പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 പത്രോസ് 4-ാം അധ്യായം 12-13 തിരുവചനങ്ങളാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകളുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പ്രഭാഷകൻ 2:4-5 തിരുവചനങ്ങളിൽ നാം കാണുന്നത്, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ കർത്താവ് ശുദ്ധി ചെയ്ത് തന്നോടൊപ്പം ശുദ്ധിയിൽ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മനുഷ്യരായ നാം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, പ്രതികൂലകാല സാഹചര്യങ്ങളിലൂടെയെല്ലാം നാം കടന്നു പോവുകയാണ്. രോഗങ്ങളായും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായും ചിലപ്പോൾ തിരസ്കരണങ്ങളായും നമുക്ക് പല വിധത്തിലെ സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോഴും നാം കാണുന്നത് നിഷ്കളങ്കരായവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് പോലും വലിയ മാരകമായ രോഗങ്ങൾ പിടിപെടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിൽ ചിന്തിക്കാറുമുണ്ട്. മാറാരോഗങ്ങളും പെടുമരണങ്ങളും കാണുമ്പോൾ എന്തുകൊണ്ട് ദൈവം ഇതെല്ലാം അനുവദിക്കുന്നു എന്ന് വേദനയോടെ നാം എല്ലാവരും ചിന്തിക്കാറുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കും സഹനങ്ങളും രോഗപീഠകളും ഉണ്ടാകുന്നുണ്ട്. ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തെ പല രീതിയിൽ ശുദ്ധി ചെയ്യുകയാണ്. കുഞ്ഞുങ്ങൾക്ക്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് വലിയ മാറാരോഗങ്ങൾ നാം കാണുന്നുണ്ട്. അതുപോലെ വിശുദ്ധരായി മാറിയ അൽഫോൺസ പുണ്യവതി, കൊച്ചു ത്രേസ്യ, ഇവർക്കെല്ലാം സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സഹനങ്ങളുണ്ട്. അപ്പോൾ ഈ സഹനങ്ങളിലൂടെയെല്ലാം കർത്താവ് നമ്മെ ശുദ്ധീകരിച്ച് കർത്താവിൻ്റേതാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റുക എന്നതാണ് കർത്താവിൻ്റെ ലക്ഷ്യം. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ദൈവം നമുക്ക് തിന്മയായിട്ടുള്ളതൊന്നും തന്നെ നൽകുകയുമില്ല. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൽ തിന്മകളൊന്നും തന്നെ ഇല്ല. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. രോഗങ്ങൾ മാറ്റുവാനും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റുവാനും ഏത് പ്രശ്നമായാലും ദൈവം അതിനിടപെടാനും ദൈവത്തിനത് മാറ്റിയെടുക്കാനും സാധിക്കും. റോമ 8:28 തിരുവചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കഷ്ടതകളെല്ലാം നമുക്ക് നന്മയായി മാറും. ആ തിരുവചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് സഹനങ്ങളെ പരാതി കൂടാതെ സ്വീകരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഈ ലോക ജീവിതം ധന്യമായി തീരുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.